ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റീമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ജുബ്ബേനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ജീൻസിൻ്റെ ടോപ്പാക്കി മാറ്റണതാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ജുബ്ബ ഇതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ കോളറൊന്ന് കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്യണത്. നമുക്കപ്പോൾ അതിൻ്റെ കോളറൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. കോളർ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡറിൻ്റെ അളവൊന്ന് നോക്കണം. ഇതും ഷോൾഡർ എനിക്ക് ഇത്തിരി കൂടുതലാണ്. എനിക്കൊരു 14 ഇഞ്ച് ഷോൾഡർ മതി. ഇതിൽ 16 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ഷോൾഡർ കയറ്റിയാണ് കട്ട് ചെയ്യുന്നത്. ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ചോളം കൂടുതൽ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഷോൾഡർ ലെവൽ ചെയ്ത് എൻ്റെ അളവിനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവിൻ്റെ ആ കട്ടിയുള്ള ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നെക്കാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. ഇവിടെ 5 ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഒരു 7 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. 5 ഇഞ്ചിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ജുബ്ബയുടെ ബട്ടൺ വെക്കുന്ന ആ ഭാഗത്തെ പീസുകളൊക്കെ ഒന്ന് അഴിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അഴിച്ച് മാറ്റിയിട്ട് അവിടെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അടി വരെ ജോയിൻ്റ് ചെയ്ത് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നെക്ക് ഒന്നും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. നെക്ക് കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇറക്കമല്ല, നമ്മുടെ കഴുത്തിൻ്റെ അകലില്ലേ അതൊന്നും കൂടി കൂട്ടി കൊടുക്കുന്നുണ്ട്. കാരണം ഇതിങ്ങനെ കോളർ വെച്ചതിൻ്റെ പേരിൽ തന്നെ നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്ത് കഴുത്തിൻ്റെ ഭാഗത്തൊരു ഇത്തിരി പൊസിഷൻ ഞാൻ വിട്ടിട്ടുണ്ടായി. ഒരു 7 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടെ ഒരു ഇത്തിരി തയ്ക്കാണ്ട് വിട്ടിട്ടുണ്ടായി. അവിടെ ഒരു ചെറിയൊരു പീസ് വെച്ചിട്ട് മറച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു സ്പ്ലിറ്റ് പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ചെറിയൊരു പൊളി പോലെ അവിടെ ഒരു ഗ്യാപ്പ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കഴുത്തിൽ വെക്കാൻ വേണ്ടി ഇതുപോലെ 2 നീളമുള്ള പീസുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലും സൈഡിലും മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇതുപോലെ ഇത്തിരി വീതിയുള്ളൊരു പീസും അതിൻ്റെ കൂടെ അതിനേക്കാൾ ഒരു ഇത്തിരി വീതി കുറഞ്ഞ പീസും കൂടി എടുത്തിട്ട് ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാണ്. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിൻ്റെ അകലം നന്നായിട്ട് കൂട്ടിയിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ചുരുക്കിട്ടെടുക്കാൻ വേണ്ടിയാണ്. വേറൊരു വീഡിയോയിൽ ഇതുപോലെ നൂല് വലിച്ച് ചുരുക്കുന്നത് ശരിക്കും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. ഇതിൽ ഞാൻ ഒരു ഇത്തിരി മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഫുള്ളും അതുപോലെ ഒന്ന് ചുരുക്കിട്ടെടുത്തിട്ട് നമ്മളെ കഴുത്തിൻ്റെ അളവിനനുസരിച്ച് ആക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ വെച്ച് ഫുള്ളായിട്ട് ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് എത്തുന്ന വിധത്തിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്ന് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കോട്ടൺ തുണിയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇടാനൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു കുത്തിക്കൊള്ളുന്ന പോലത്തെ തുണിയാണ്. നല്ല രസമായി അടിച്ചത്, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഇടുമ്പോൾ ഒരു കുത്തിക്കൊള്ളുന്ന പോലൊരു ഫീല് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്രില്ല് വെച്ച ആ ഒരു പീസ് കഴുത്തിന് ചുറ്റുമായിട്ട് അടിച്ചെടുക്കുക. പിന്നെ അടിക്കാനും ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. നൂല് നന്നായിട്ട് വലിയുന്നൊരു മെറ്റീരിയലാണിത്. അതുകൊണ്ട് തന്നെ ശരിക്കും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും നൂല് വലിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നെക്കിൻ്റെ ചുറ്റിലും ഈ ഒരു ഫ്രില്ല് വെച്ച പീസ് തയ്ച്ചെടുക്കുന്നു. അതിനുശേഷം ഇതുപോലൊരു വള്ളി എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ക്രോസ് പീസ് വേണം കേട്ടോ എടുക്കാൻ. എനിക്ക് തുണി തികയാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നേരെയുള്ളൊരു പീസ് എടുത്തത്. അത് നമ്മൾ ഈ ഫ്രില്ല് വെച്ച് കൊടുത്ത് ഒന്ന് തയ്ച്ചിട്ട് മറച്ച് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്ന കഴുത്ത്. അപ്പോൾ വള്ളി ഒരു ഇത്തിരി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിലിട്ടുണ്ട്. അത് നെക്കിൻ്റെ അവിടെ ഒരു കെട്ട് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിൽ വള്ളി ഇട്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒരു വശം കൂടി തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ആ വള്ളി കറക്റ്റായിട്ട് മടക്കി കിട്ടുകയും ചെയ്യും. നമ്മളെ നെക്ക് നല്ല ഫിനിഷായിട്ട് കിട്ടും. ഇതുപോലെ കണ്ടില്ലേ, ഒന്ന് മടക്കി കൊടുത്തിട്ട് വള്ളിയുടെ എൻഡ് തുടങ്ങി അറ്റം വരെ മടക്കി തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ നെക്ക് നല്ല ഫിനിഷായിട്ട് കിട്ടും. ക്രോസ് പീസാണെങ്കിൽ കഴുത്തിലൊരു ചുളുക്ക് പോലും വരാണ്ട് അടിച്ചെടുക്കാൻ പറ്റും. ഇത് നേരെയുള്ളൊരു പീസായതിൻ്റെ പേരിൽ എൻ്റെ കഴുത്തിലൊരു ഇത്തിരി ചുളുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇടുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ശരിക്കും ക്രോസ് പീസാണ് നല്ലത്. എനിക്ക് ക്രോസ് പീസ് ഞാൻ പരമാവധി നോക്കി, പക്ഷെ കിട്ടിയില്ല. പിന്നെ കൈയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായില്ല. അത്രയും ലെങ്ത്ത് തന്നെ വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കൈയുടെ ലെങ്ത്ത് കുറച്ചില്ല. അപ്പോൾ ഇതിലിങ്ങനെയാണ് ഞാൻ കഴുത്തടിച്ചെടുത്തിരിക്കുന്നത്. അത് ഫുള്ളായിട്ട് ആ വള്ളിയുടെ അറ്റം വരെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് കണ്ണ് കാണാത്തതുകൊണ്ട് ഞാൻ മെഷീൻ്റെ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തയ്ക്കുന്നത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. പകൽ തയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ വെട്ടം പുറത്തുനിന്നുണ്ടാവും. അപ്പോൾ അത്രത്തോളം
ഇരുട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല. പക്ഷെ സന്ധ്യ ആകുമ്പോൾ നമുക്ക് കാണാനൊരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം എൻ്റെ ബാക്കിലാണ് ട്യൂബ് ലൈറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കാണാനൊരിത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇലാസ്റ്റിക്, 4 ഇലാസ്റ്റിക് 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കൂട്ടി തയ്ച്ചെടുത്തിട്ട് നമ്മൾ സ്ലീവിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്കെയിലിൻ്റെ വീതിക്കാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ കൂട്ടിയടിച്ച് ഇലാസ്റ്റിക് ഇതുപോലെ കടത്തി വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ വലിച്ച് പിടിച്ചാണ് ഞാൻ തയ്ക്കുന്നത്. കൈ ഞാൻ തയ്ച്ചെടുക്കുന്ന സമയത്ത് ഷേപ്പൊന്നും ചെയ്യുന്നില്ല. ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 സ്ലീവിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ബോഡി പാർട്ടും സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല വശവുമാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, എന്നാലും ഞാൻ ഒന്നും കൂടി പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്ലീവിൽ ഇലാസ്റ്റിക് വെക്കുന്നത് ഞാൻ ഒരു സ്ലീവിൽ വെക്കുന്നതേ കാണിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ 2 സ്ലീവും ചെയ്യണം. വീണ്ടും വീഡിയോ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഒരു സ്ലീവ് മാത്രം വെക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ ബോഡി പാർട്ടിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതും ഒരെണ്ണം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഈ മെഷീത്തിൻ്റെ ഉള്ളിലിട്ട് തയ്ക്കുന്നത് ഞാൻ ഇപ്പുറത്ത് സ്റ്റാൻഡ് വെച്ചതുകൊണ്ടാണ്. എന്നുവെച്ചാൽ ചില സമയത്ത് ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിലിട്ട് തയ്ക്കുമ്പോൾ സ്റ്റാൻഡ് തട്ടി താഴെ വീഴാറൊക്കെ ഉണ്ട്. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചില സമയത്തൊക്കെ അപ്പുറത്തെ ഉള്ളിൽ കൂടിയിട്ട് തയ്ക്കുന്നത്. അതിന് ശേഷം സ്ലീവ് വെച്ചതിന് ശേഷം ബോഡി ഷേപ്പ് ഒന്ന് അടയാളപ്പെടുത്തി വരച്ച് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടിയിൽ മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൺവെർട്ടിങ് വീഡിയോ. കൺവെർട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ല സുഖമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്ച്ച് കഴിയും. ഈ ഒരു തുണി ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ കോട്ടനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്ച്ച് കഴിയും. പിന്നെ നല്ല തളർന്ന് കിടക്കുന്ന തുണിയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടും കൂടി ഈ ഒരു ടോപ്പ് കിടക്കും. ഇതൊരു ഇത്തിരി സ്റ്റിഫായിട്ട് നിൽക്കുന്ന തുണിയാണ്. അപ്പോൾ ഫിനിഷിംഗ് ലുക്ക് ഇതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം മുകളിൽ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പം ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.